നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ജില്ലാ കളക്ടറുടേതടക്കം സുപ്രധാന പദവികളിൽ ഇൻചാർജ് ഭരണം. കോടികളുടെ പദ്ധതികൾ പാഴാകുന്നതായി റിപ്പോർട്ട്. മീനങ്ങാടി ആവയിൽ പീഡനം, പ്രതി പുൽപ്പള്ളിയിൽ അറസ്റ്റിലായത് ഇരയായ യുവതിയുടെ അയൽവാസി. മാനന്തവാടി നഗരപരിധിയിൽ വീണ്ടും ഡിഫ്തീരിയ. രോഗം സ്ഥിരീകരിച്ചത് 9 വയസ്സുകാരിക്ക്. നമ്പ്യാർകുന്നിൽ അംഗൻവാടിക്ക് മുകളിലേക്ക് വാൻ മറിഞ്ഞു. ഉറങ്ങിക്കിടന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. മാവോയിസ്റ്റ് അനുകൂല മനുഷ്യാവകാശ പ്രവർത്തകർ കോയമ്പത്തൂരിൽ അറസ്റ്റിലായത് പോരാട്ടം നേതാവ് CP റഷീദും മനുഷ്യാവകാശ പ്രവർത്തകൻ ഹരിഹര ശർമ്മയും. പിടിയിലായത് ജയിലിലെ മാവോയിസ്റ്റുകൾക്ക് പെൻഡ്രൈവ് കൈമാറാൻ ശ്രമിച്ചതിന്. CPI ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം. മാനന്തവാടിയിലെ CPI നേതാവിനും വിമർശനം. കൃഷിമന്ത്രി കൈവിട്ട് കളിക്കുന്നതായി പരാതി. പുൽപ്പള്ളി ജലനിധിക്ക് തടസ്സം, പഞ്ചായത്ത് ഭരണസമിതിയിലെ ചേരിപ്പോര്. കുടിവെള്ളം മുട്ടിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉപവസിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ ജില്ലാ കളക്ടറുടേതടക്കം സുപ്രധാന തസ്തികകളിൽ ഇൻചാർജ് ഭരണം. 2 മാസമായി ജില്ലയ്ക്ക് കളക്ടറില്ല. ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, പനമരം ബ്ലോക്കുകൾക്ക് BDOമാരില്ല. കളക്ടർക്ക് പുറമെ 18 സുപ്രധാന തസ്തികകളിൽ വയനാട്ടിൽ ആളില്ല എന്നാണ് റിപ്പോർട്ട്. ഇൻചാർജുമാർക്ക് നിയമപരമായി തീരുമാനമെടുക്കാൻ കഴിയാത്തതിനാൽ പല പദ്ധതികളിലായി കോടികൾ പാഴായതായി സൂചന. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC, ജില്ലാ RTO, DTPC സെക്രട്ടറി, സഹകരണ വകുപ്പ് ജനറൽ ജോയിന്റ് രജിസ്ട്രാർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, ജില്ലാ വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, പനമരം ബ്ലോക്ക് BDOമാർ, 2 ജോയിന്റ് BDOമാർ എന്നീ തസ്തികകളിൽ ഭരണസാരഥികളില്ല. ഇവിടങ്ങളിൽ പകരക്കാരുടെ ഭരണമാണ് നടക്കുന്നത്. ഇൻചാർജുമാർക്ക് തീരുമാനമെടുക്കാവുന്ന വിഷയങ്ങളിൽ മാത്രമേ ഇവരുടെ ഭാഗത്തുനിന്ന് തീരുമാനങ്ങളുണ്ടാകൂ. കൃഷി ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ, എഞ്ചിനീയർമാർ എന്നിവരുടെ തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. തദ്ദേശ വകുപ്പിൽ 26 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേണ്ടിടത്ത് 16 പേർ മാത്രം. ഉത്തരവാദപ്പെട്ട തസ്തികകളിൽ ആളില്ലാത്തതിനാൽ പല പദ്ധതികളിലായി കോടികളാണ് ജില്ലയ്ക്ക് പാഴായത്. ചുരുക്കത്തിൽ വയനാട്ടിൽ പൊതുഭരണം നാഥനില്ല കളരിയാണ്. കൃഷിവകുപ്പിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറടക്കം നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും വരൾച്ചാ ദുരിതാശ്വാസ പദ്ധതികളും നടപ്പാക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. രാഷ്ട്രീയ ലാഭമുള്ള വിഷയങ്ങളിൽ പ്രസ്താവനകളും പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികളെയൊന്നും ഈ ഗുരുതര വിഷയത്തിൽ പ്രതികരിക്കാൻ രംഗത്തു കാണുന്നില്ല. സാമൂഹ്യനീതി ഓഫീസർ, ശിശു സംരക്ഷണ ഓഫീസർ, വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ തസ്തികകളിലെ ഒഴിവുകൾ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ ലൈംഗികാതിക്രമ കേസുകളെയടക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഡയറക്ടറായ S. സുഹാസിനെയാണ് പുതിയ വയനാട് കളക്ടറായി മന്ത്രിസഭ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം അടുത്ത ദിവസം ചുമതലയേൽക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ബുദ്ധിവൈകല്യമുള്ള യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ. മീനങ്ങാടി ആവയിൽ സ്വദേശി ചന്ദ്രൻ എന്ന സുരേഷ് കുമാറിനെയാണ് മീനങ്ങാടി CIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുൽപ്പള്ളി ജോസ് തിയേറ്ററിന് സമീപത്തുള്ള പൂട്ടിക്കിടക്കുന്ന ബന്ധുവീട്ടിൽ നിന്നുമാണ് ചന്ദ്രൻ എന്ന സുരേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. മീനങ്ങാടി CIയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ചന്ദ്രൻ തിരുവനന്തപുരം വിതുര സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ 7-ന് മീനങ്ങാടി ആവയൽ നൂലംവയൽ പ്രദേശവാസിയായ ബുദ്ധിവൈകല്യമുള്ള 30-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവതിയുടെ വീടിന് സമീപത്ത് റബ്ബർ ടാപ്പിങ്ങിന് വന്ന ഇയാൾ വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് യുവതിയെ ബലമായി എടുത്തുകൊണ്ടുപോയി ബാത്റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന യുവതിയുടെ അമ്മയുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ്. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നതായി ബോധ്യപ്പെട്ടതായും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന അന്ന് തന്നെ പ്രതിയായ ചന്ദ്രൻ മുങ്ങുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഇയാളെ പുൽപ്പള്ളിയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ വെച്ചാണ് പിടികൂടിയത്. വയനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി നഗരസഭാ പരിധിയിൽ വീണ്ടും ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്ത മാനന്തവാടി നഗരസഭയിലെ വിദ്യാലയത്തിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ സ്കൂളിലെ 10 വയസ്സുകാരിക്കാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വിദ്യാലയത്തിലെ കുട്ടികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും രോഗലക്ഷണങ്ങൾ കാണിച്ച 14 കുട്ടികളെ സ്വാബ് മണിപ്പാലിലെ സെന്റർ ഫോർ വൈറസ് റിസർച്ച് സെന്ററിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 9 വയസ്സുകാരിക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. ജില്ലയുടെ തെക്കും വടക്കുമായി ഇതുവരെ 9 ഡിഫ്തീരിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ആകെ 1 കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ ജൂണിൽ തന്നെ 9 ഡിഫ്തീരിയ കേസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി.
നിയന്ത്രണം വിട്ട വാൻ നമ്പ്യാർകുന്നിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മറിഞ്ഞു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഇന്നലെ 2 മണിയോടെ നമ്പ്യാർകുന്നിൽ നിന്നും ചിരാലിലേക്ക് പോവുകയായിരുന്ന ഒമ്നി വാനാണ് അപകടത്തിൽപ്പെട്ടത്. അംഗൻവാടി കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കും മുൻഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു. റോഡ് നിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടത്തിനുമേൽ നിയന്ത്രണം വിട്ട വാൻ തലകീഴായി മറിയുകയായിരുന്നു. അംഗൻവാടി കെട്ടിടത്തിന്റെ മുൻഭിത്തിയും മേൽക്കൂരയും തകർന്നു. മഴയായതിനാൽ ഇന്നലെ 5 കുട്ടികൾ മാത്രമാണ് അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത്. അപകടം നടക്കുമ്പോൾ അകത്തെ മുറിയിൽ കുട്ടികൾ ഉറങ്ങുകയായിരുന്നു. അധ്യാപികയും കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. മഴയായതിനാൽ കുട്ടികൾ കളിക്കാൻ പുറത്തിറങ്ങാതിരുന്നത് കാരണം വൻ ദുരന്തം ഒഴിവായി. വാൻ ഡ്രൈവർ പ്രകാശിനും കാര്യമായ പരിക്കില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അംഗൻവാടി കെട്ടിടത്തിന് 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പറയുന്നു. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് CR കറുപ്പൻ, വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ തുടങ്ങിയവർ അപകട സ്ഥലം സന്ദർശിച്ചു. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. മാവോയിസ്റ്റ് അനുകൂല മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകരായ CP റഷീദിനെയും ഹരിഹര ശർമ്മയെയും കോയമ്പത്തൂരിൽ തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ ഭാര്യ ഷൈനയെയും അനൂപ് മാത്യു ജോർജിനെയും കാണാനെത്തിയ ഇവരെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് പിടികൂടിയത്. ഇവരെ റേഴ്സ്കോസ് പോലീസ് സ്റ്റേഷന് കൈമാറി. 2015 മെയ് 4 ഷൈന, അനൂപ് മാത്യു ജോർജ്, വീരമണി എന്നിവരെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഷൈനയ്ക്ക് കൈമാറാൻ കൊണ്ടുവന്ന പാൻസിന്റെ പോക്കറ്റിൽ പെൻഡ്രൈവ് വെച്ചതിനാണ് ഇവരെ പിടികൂടിയതെന്ന് കോയമ്പത്തൂർ ജയിൽ SP സെന്തിൽകുമാർ പറഞ്ഞു. മാവോയിസ്റ്റ് ഗറില്ല സംഘമായ വാരാഹിണി ദളത്തിന്റെ കമാൻഡർ CP മൊയ്തീന്റെ സഹോദരനായ CP റഷീദ് ഷൈനയുടെ ബന്ധുകൂടിയാണ്. മാവോയിസ്റ്റ് ജനകീയ സംഘടനകളായ പോരാട്ടത്തിന്റെ നേതാവും ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകനുമാണ് CP റഷീദ്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ റഷീദിന്റെ ഏറെക്കാലത്തെ പ്രവർത്തന മേഖല വയനാടായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ ഹരിഹര വർമ്മ തിരുവനന്തപുരം സ്വദേശിയും ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകനുമാണ്. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ഷൈനയെയും അനൂപിനെയും കാണാനെത്തിയ ഇവർ അവർക്ക് കൈമാറിയ വസ്ത്രങ്ങൾക്കിടയിൽ പെൻഡ്രൈവ് ഒളിപ്പിച്ച് കൈമാറാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റിലായ റഷീദിനും ഹരിക്കുമെതിരെ കേരളത്തിൽ നിലവിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒന്നുമില്ല. തമിഴ്നാട് പോലീസ് ക്രൈം നമ്പർ 780/2017 അനുസരിച്ച് 42O പ്രിസൺ ആക്ട് 1894, IPC 353, 506/1 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും UAPA അടക്കം വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെയും അജിതയുടെയും കോഴിക്കോട്ട് നടന്ന സംസ്കാര ചടങ്ങുകളിലും UAPAക്കെതിരെ ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ധർണയിലും റഷീദും ഹരിയും പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. പുൽപ്പള്ളി മഠാപ്പറമ്പ് ആദിവാസി കോളനിയിലെ ബാലന്റെ ഭാര്യ ചുണ്ടയെ വീടിനു സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുണ്ടയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെയാണ് നാട്ടുകാർ കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായി സംശയിക്കുന്നു. കേണിച്ചിറ പോലീസ് ഇന്നു കാലത്ത് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ നടന്ന CPI ജില്ലാതല സംഘടനാ ചർച്ചയിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. ജില്ലാ കൌൺസിലിനെ നോക്കുകുത്തിയാക്കി സെക്രട്ടറി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതായി ആരോപണം. മാനന്തവാടി താലൂക്കിൽ CPI-CPIM ഐക്യത്തിന് ജില്ലാ നേതാവ് തടസ്സം നിൽക്കുന്നുവെന്നും ആരോപണം. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിൽ നിന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ വിട്ടുനിന്നതിനെതിരെയും രൂക്ഷ വിമർശനം. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പ്രകാശ് ബാബു, സത്യൻ മൊകേരി, പാർട്ടി ജില്ലാ ഘടകത്തിന്റെ ചുമതലക്കാരനായ K രാജൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ. മാനന്തവാടിയിൽ നിന്നുള്ള CPI നേതാവ് EJ ബാബുവിന്റെ നിലപാടുകൾ മാനന്തവാടി താലൂക്കിൽ CPI-CPIM യോജിച്ച പ്രവർത്തനം അസാധ്യമാക്കിയെന്ന് ജില്ലാ കൌൺസിലിൽ വിമർശനമുയർന്നു. CPI-CPIM വിഭാഗങ്ങൾ തെരുവിൽ സംഘടനത്തിലേർപ്പെടുന്ന സാഹചര്യം മാനന്തവാടിയിൽ ഉണ്ടായിട്ടുണ്ട്. CPIM വിട്ട EJ ബാബു CPIയിൽ ചേർന്ന് പ്രവർത്തിച്ചതിനെതിരെ CPIM എടുത്ത നിലപാടുകളാണ് താലൂക്കിൽ പ്രശ്നമായത്. മാനന്തവാടി താലൂക്കിലെ എടയൂർകുന്നിൽ സംഘടിപ്പിച്ച ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിൽ നിന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ വിട്ടുനിന്ന സംഭവവും വിമർശനത്തിനിടയാക്കി. മാനന്തവാടി LDFിലെ CPIM-CPI തർക്കങ്ങളാണ് മന്ത്രി വിട്ടുനിൽക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്, ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ CPIക്ക് പ്രാതിനിധ്യമില്ലാതായത്, AITUC നേതാവിന്റെ മകന് കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ നിയമനം നൽകിയത് തുടങ്ങി വളരെ ആരോപണങ്ങളും വിമർശനങ്ങളും സംഘടനാ നേതൃയോഗത്തിൽ ചർച്ചയായി. പാർട്ടിക്കൊപ്പം നടക്കുന്നവരെ തഴഞ്ഞ് സ്ഥാപിത താൽപര്യത്തോടെ മറ്റൊരാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയത്. പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന അഭ്യസ്തവിദ്യരായ യുവാക്കളെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാത്തതും പാർട്ടിക്ക് വിധേയനല്ലെന്ന മട്ടിൽ കൃഷിമന്ത്രി സുനിൽകുമാർ പ്രവർത്തിക്കുന്നതും വിമർശിക്കപ്പെട്ടു.
CPI സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടന്ന കൗൺസിൽ സംഘടനാ കാര്യങ്ങൾ മാത്രമാണ് ഒരു പകൽ മുഴുവൻ ചർച്ച ചെയ്തത്. കൃഷി, റവന്യൂ, വനം, സിവിൽ സപ്ലൈസ് തുടങ്ങിയ CPI ഭരിക്കുന്ന വകുപ്പുകൾ ജില്ലയിൽ ഗുരുതരമായ ഭരണവീഴ്ചയിലും ആരോപണങ്ങളിലും സമ്മർദ്ദങ്ങളിലുമാണെന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ ആരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. മലമുടികളിൽ മഴ പെയ്തു. വറ്റിവരണ്ട പുഴകൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും പുതുജീവൻ വെച്ചു. മേപ്പാടി, മൂപ്പേനാട് പഞ്ചായത്തുകളിലെ പുഴകളും വെള്ളച്ചാട്ടങ്ങളും ഒരിക്കൽ കൂടി സജീവമായി. പൂട്ടിക്കിടന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചു. വരൾച്ചയിൽ വിണ്ടുപൊട്ടിയ അവസ്ഥയിൽ നിന്ന് ജലസമൃദ്ധിയിലേക്കും പച്ചപ്പിലേക്കുമുള്ള മാറ്റം വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ ഉത്സവമായി. വെള്ളച്ചാട്ടങ്ങൾ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് പുതുജീവൻ വെച്ച തേയിലത്തോട്ടങ്ങൾ കണ്ണിന് കുളിരു പകരുന്ന കാഴ്ചയാണ്. മലയടിവാരത്ത് 3 ദിശകളിൽ ഒഴുകിവരുന്ന മലവെള്ളം കുപ്പമുടിപ്പുഴയിൽ ഒത്തുകൂടി സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്ന വെള്ളച്ചാട്ടങ്ങളായി മാറുന്നു. ചെമ്പ്രമലയുടെ നീരൊഴുക്കുകൾ പിന്നീട് നിലമ്പൂർ വനമേഖലയിലൂടെ ഒഴുകി മറ്റു ജില്ലകളിലേക്ക് പോകുന്നു. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാക്കനിയായി മലങ്കര വയൽ കുറുമ കോളനി വാസികൾ. കോളനിയിൽ 2 കിണറുകളും 1 കുളവുമുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കോളനിക്കാർക്ക് ഉപയോഗത്തിനായി ലഭിക്കുന്നില്ല. കുടിവെള്ളത്തിനായി കോളനിക്കാർ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. നെന്മേനി പഞ്ചായത്തിലെ 17-ാം വാർഡായ മലങ്കരവയ കുറുമ കോളനി നിവാസികളാണ് കുടിവെള്ളക്ഷാമത്താൽ ദുരിതം അനുഭവിക്കുന്നത്. 20ഓളം വീടുകളുള്ള ഈ കോളനിയിൽ 2 കിണറും 1 കുളവുമുണ്ടെങ്കിലും ഇവയിലൊന്നും ഒരു തുള്ളി വെള്ളവുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ കിണറുകൾ ഇത്തവണത്തെ ശക്തമായ വേനലിൽ വറ്റുകയായിരുന്നു. ഇതോടെ ഇവരുടെ ആശ്രയം 1 കിലോമീറ്ററോളം ദൂരെയുള്ള കേണിയാണ്. എന്നാൽ കേണിയിലും വെള്ളം താഴ്ന്നതോടെ ചിരട്ട ഉപയോഗിച്ച് വെള്ളം കേണിയിൽ നിന്നും കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് അധികൃതരെ കോളനിയിലെ കുടിവെള്ളക്ഷാമം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ നടപടിയായിട്ടില്ലെന്നാണ് കോളനിക്കാർ പറയുന്നത്. വയലിൽ പോയിട്ട് കൊടുക്കണം, വെള്ളമില്ല. ഈ ചിരട്ട കൊണ്ടാണ് മുക്കിക്കൊണ്ട് വരുന്നത്. ഭയങ്കര കഷ്ടം തന്നെയാണ്. ഈ 10-20 കോളനികളിൽ ഭയങ്കര കോളനി ഭയങ്കര കഷ്ടം തന്നെയാണ്. പുഴത്തോടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരണം. കുടിക്കാനുമില്ല, അലക്കാനും കുടിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. വയനാട് ന്യൂസ്, ബത്തേരി. സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് 15ഓളം പഴവർഗ്ഗ തൈകളും ഔഷധ സസ്യങ്ങളുമാണ് നട്ടത്. സ്കൂൾ മുറ്റങ്ങൾ ഔഷധ സസ്യങ്ങളുടെ വനമാക്കാനുള്ള പദ്ധതിക്ക് പുൽപ്പള്ളി വിജയ LP സ്കൂളിൽ IC ബാലകൃഷ്ണൻ MLA തുടക്കം കുറിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് കാർമൽ എബ്രഹാം അധ്യക്ഷയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് KK അബ്രഹാം, സെക്രട്ടറി രമാദേവി, NU ഉലഹന്നാൻ, VM പൗലോസ്, PR മണി എന്നിവർ സംസാരിച്ചു. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ആഘോഷമായി ഫോട്ടോ ഫ്ലാഷിൽ നട്ട വൃക്ഷത്തൈകൾ മഴക്കാലമായിട്ടും വാടിക്കരിഞ്ഞു. ചെടികൾക്ക് വേരുന്നാൻ പറ്റിയ തണുത്ത കാലാവസ്ഥയാണ് വയനാട്ടിലെങ്കിലും നട്ട തൈകൾ വാടിയുണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് മേപ്പാടി മുതൽ മുണ്ടക്കൈ വരെ റോഡരികിൽ കാണാൻ കഴിയുന്നത്. ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് ഉണങ്ങിയവയിൽ ഏറെയും. ഗുണനിലവാരമില്ലാത്ത തൈകളായതുകൊണ്ടാണ് നട്ട് ഒരാഴ്ചയ്ക്കകം വാടിക്കരിഞ്ഞു പോയതെന്ന് ആക്ഷേപമുണ്ട്. ഉപചാരമായി പരിസ്ഥിതി ദിനത്തിൽ നട്ടുപേക്ഷിച്ചു പോയ തൈകൾക്ക് പിന്നീട് പരിചരണങ്ങളൊന്നുമില്ല. കാണുന്നതും കാണാത്തതുമായ പരശതം ജീവജാലങ്ങളും മനുഷ്യരുമടങ്ങുന്ന ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് നടത്തുന്ന സമഗ്ര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ തൈ നടലെന്ന് പലരും ഓർക്കാറില്ല. മേപ്പാടി മുതൽ മുണ്ടക്കൈ വരെ ഭാഗങ്ങളിൽ റോഡരികിൽ വയനാട് ന്യൂസ് ക്യാമറയിൽ പതിഞ്ഞത് മിക്കതും വഴിപാട് പരിസ്ഥിതി പ്രവർത്തനത്തെ പരിഹസിക്കുന്ന വാടിയ തൈകൾ. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് വഴിയോരത്ത് വെച്ച തൈകൾ കുറഞ്ഞ ദിവസങ്ങൾക്കകം ഉണങ്ങിപ്പോവുകയും ചെയ്യാനുള്ളൊരു മഴ വന്നിട്ടില്ല, ഉണങ്ങാനുള്ളൊരു വെയിലുമില്ല. പക്ഷെ ഏറ്റവും വില നിലവാരം കുറഞ്ഞ തൈകൾ വാങ്ങി അത് ഈ വഴിയോര പാതകളിൽ നിക്ഷേപിക്കുക. ഇതിൽ വളരെയധികം എന്താ പറയാ, അതിനൊരു മോശമായ രീതിയിലുള്ള ഒരു വിപണി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്. പാതയോരത്തെ ഉണക്കമരം സമീപത്തെ വീടുകൾക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. അമ്മായിപ്പാലം മലങ്കര വയലിലാണ് ഭീഷണി ഉയർത്തി വൻ മരം നിൽക്കുന്നത്. മരത്തിനടിയിലൂടെയാണ് 3 ഫേസ് ഇലക്ട്രിക് ലൈനും കടന്നുപോകുന്നത്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. കോളിയാടി, പാലാക്കുനി, മാതളക്കര പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. സന്ധ്യ മയങ്ങിയാൽ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടുപന്നിക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത്. പന്നിശല്യം രൂക്ഷമായതോടെ ഹെക്ടർ കണക്കിന് സ്ഥലമാണ് തരിശായത്. നെന്മേനി പഞ്ചായത്തിലെ പാലാക്കുനി, മാതളക്കര പ്രദേശങ്ങളിലാണ് കാട്ടുപന്നി ശല്യത്താൽ കർഷകർ ബുദ്ധിമുട്ടുന്നത്. സമീപത്തെ എസ്റ്റേറ്റുകളിൽ നിന്നും ഇറങ്ങുന്ന കാട്ടുപന്നികളാണ് പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തുന്നത്. സന്ധ്യ മയങ്ങുന്നതോടെ കൃഷിയിടത്തിലെത്തുന്ന കാട്ടുപന്നികൾ നേരം പുലരുവോളം കൃഷിയിടങ്ങളിൽ വ്യാപക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഇഞ്ചി, വാഴ, ചേന, ചേമ്പ്, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയവയൊന്നും വിളവെടുക്കാൻ പന്നിശല്യത്താൽ കർഷകർക്ക് ആവുന്നില്ല.
കൃഷിനാശത്തിനു പുറമെ മനുഷ്യനു നേരെയും പന്നിയുടെ ആക്രമണം ഉണ്ടാവുന്നുണ്ടെന്നും പന്നിശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇവിടെ കൃഷി ചെയ്തിട്ട് ജീവിക്കാൻ യാതൊരു വഴിയും ഇല്ലാതായിരിക്കുക. ഇത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കൃഷി ചെയ്യാന്നുള്ളല്ലാതെ യാതൊരു അനുഭവം അതിൽ നിന്ന് എടുക്കാൻ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇത് ദിവസേന രാത്രി ആയിക്കഴിഞ്ഞാൽ സന്ധ്യ ആവുമ്പോഴത്തേക്ക് പന്നികൾ വന്ന് കൂട്ടത്തോടെ വന്നിറങ്ങിയിട്ട് ഇതൊന്നും ഞങ്ങളിങ്ങനെ തരിച്ചിടുന്ന ഭൂമിയേ അല്ല. ഇവിടെ ഇപ്പോൾ ഇക്കൊല്ലം ഈ ഭാഗത്തുള്ളവർ മുഴുവൻ തരിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തും കൊണ്ടും എല്ലാ കൃഷികളും നെൽകൃഷി അടക്കം ചേന, ചേമ്പ് എന്നുള്ള കൃഷികൾ മുഴുവൻ നട്ടുണ്ടാക്കിയ ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ അതേ സമയത്ത് വെറും തരിശായി കിടക്കുന്ന ഭൂമിയാണ് കാണാൻ. ഇതിലെല്ലാം വളരെയധികം വിഷമമുണ്ട്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതരായിട്ടുള്ള ഏതിൻ്റെ ഭാഗത്തിൽ നിന്നും ഇതുവരെ യാതൊരു അതിന് അനുകൂലമായിട്ടുള്ളതായ ഒരു പരിസ്ഥിതി ഉണ്ടായിട്ടില്ല. മേപ്പാട് റേഞ്ചിൽപ്പെട്ട പ്രദേശമായതിനാൽ ഈ ഭാഗത്തേക്ക് വനംവകുപ്പിന്റെ ശ്രദ്ധയുണ്ടാവാറില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. പുൽപ്പള്ളിയിലെ ജലനിധി പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തത് പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ ചേരിപ്പോര് മൂലമാണെന്നും ഇത് സാധാരണ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നിലപാടാണെന്നും IC ബാലകൃഷ്ണൻ MLA പുൽപ്പള്ളിയിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. മുൻ UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 90% പണികൾ പൂർത്തീകരിച്ച പദ്ധതി പുതിയ ഭരണസമിതി അധികാരമേറ്റ് 2 വർഷക്കാലമായിട്ടും പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് ശ്രമം നടത്താത്തതുമൂലം നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി വലയുന്നത്. ഈ നില തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി വിനിയോഗിച്ച് സാധാരണക്കാരെ ഗ്രാമങ്ങളിൽ ചേർന്ന് ഗ്രാമസഭകൾ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരു നാണയത്തിന്റെ 2 വശമല്ല, ഒരു നാണയത്തിന്റെ 1 വശമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൂചന സമരം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. സിജു തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി KK അബ്രഹാം, DCC സെക്രട്ടറി NU ഉലഹന്നാൻ, KJ മാണി, PN ശിവൻ, PR മണി, ജോഷി കുരിക്കാട്ടിൽ, ആന്റണി ചോയ്ക്കര, CP ജോയി, PD ജോണി എന്നിവർ പ്രസംഗിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളിയിലെ വിദേശ മദ്യശാലയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെയുണ്ടായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ മദ്യശാല തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. എക്സൈസിന്റെയും ബിവറേജ് കോർപ്പറേഷന്റെയും നേതൃത്വത്തിലാണ് മദ്യവിൽപ്പനശാല ആരംഭിച്ചത്. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കെട്ടിടത്തിന് അനുമതി നൽകിയതെന്നതും മദ്യശാല ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്, വൈസ് പ്രസിഡന്റ് KJ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന സ്ഥലത്ത് നിന്ന് അത് മാറ്റണം എന്ന് ഞങ്ങൾ വളരെ നിർബന്ധപൂർവ്വം ഭരണസമിതി തീരുമാനമെടുത്ത് അവരെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു അപേക്ഷയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അറിയിപ്പായിട്ടോ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിലേക്കോ ഇന്നേ വരെ ഒരു എക്സൈസിലെയോ ബിവറേജ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും വന്നിട്ടുമില്ല. ഞങ്ങൾ പോലും അറിയുന്നത് ഇത് പ്രവർത്തനം തുടങ്ങി രാവിലെ 10 മണിയോട് കൂടിയാണ് അറിയുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച വെയിങ് ബ്രിഡ്ജിനു മുകളിൽ ഷെഡ് നിർമ്മിച്ച് തലതിരിഞ്ഞ പ്രവർത്തനവുമായി ബത്തേരി അമ്മായിപ്പാലം കാർഷിക മൊത്ത വിപണന കേന്ദ്രം. 2028 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വെയിങ് ബ്രിഡ്ജിനു മുകളിലാണ് ഷെഡ് നിർമ്മിച്ച് തൈ വിലമതിക്കായി നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ് ബത്തേരി അമ്മായിപ്പാലത്തെ കാർഷിക മൊത്ത വിപണന കേന്ദ്രം. ഏറ്റവും ഒടുവിലായി കേന്ദ്രത്തിൽ നടപ്പാക്കിയ പ്രവൃത്തിയാണ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. 28 ലക്ഷം രൂപ ചെലവഴിച്ച് 2000 സ്ഥാപിച്ച വെയിങ് ബ്രിഡ്ജിന് മുകളിൽ ഷെഡ് കെട്ടി തൈ വിൽപ്പനയ്ക്ക് നൽകിയ കേന്ദ്രത്തിന്റെ മുൻ സെക്രട്ടറിയുടെ നടപടിയാണ് ഇതിന് കാരണം. കേന്ദ്രത്തിലെത്തുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാഹനസഹിതം തൂക്കുന്നതിനായാണ് കേന്ദ്രത്തിൽ പ്രവേശന കവാടത്തോട് ചേർന്ന് വെയിങ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. തുടക്കകാലത്ത് വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം പ്രവർത്തിച്ച ബ്രിഡ്ജ് പിന്നീട് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇതിനു മുകളിലാണ് ഷെഡ് കെട്ടി ഇപ്പോൾ തൈ വിൽപ്പന നടക്കുന്നത്. കൃഷിവകുപ്പിന്റെ കർഷക വിരുദ്ധ നയങ്ങളുടെ കേന്ദ്രമായി അമ്മായിപ്പാലം കാർഷിക മൊത്ത വിതരണ കേന്ദ്രം മാറുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. 2000 ആണ്ടിൽ 28 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അവിടെ വെയിറ്റ് ബ്രിഡ്ജ് സ്ഥാപിച്ചു. എന്നാൽ ഇന്നത് ആ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അരികിൽ അതിനടുത്ത് തന്നെ അതോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു നഴ്സറി ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മുടക്കിയ മുതൽ മുടക്ക് 28 ലക്ഷം രൂപ ആർക്കുമില്ലാതെ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അമ്മായിപ്പാലം പച്ചക്കറി വിപണന കേന്ദ്രത്തിൽ മൊത്ത വിപണന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും നല്ല നിലയ്ക്ക് നടക്കുമ്പോൾ അമ്മായിപ്പാലത്ത് വല്ലാത്ത രീതിയിലുള്ള ഈ അവസ്ഥ
ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. നാളെ രക്തദാനത്തിൽ 5000 പേരുടെ രക്തദാന ഡയറക്ടറി പ്രകാശനം ചെയ്യാൻ മാനന്തവാടി ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് ഫോറം നടപടികൾ പൂർത്തിയാക്കി. രക്തം ആവശ്യമുള്ളവർ രാത്രിയിലോ പകലോ എപ്പോൾ വിളിച്ചാലും 15 പേർ നേതൃത്വം കൊടുക്കുന്ന സംഘം സേവനത്തിനെത്തും. രക്തം ആവശ്യമുള്ളവർ ശശികുമാർ 9847 87 10 98, ഷിനോജ് KM 9447 98 82 87 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. രക്തം ആവശ്യമായി വരുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഉടൻ തന്നെ രക്തബാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാനന്തവാടിയിലുള്ള ഈ പ്രവർത്തനം ഇപ്പോൾ കോഴിക്കോട്, അതേപോലെ പരിയാരം എന്നീ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ മേപ്പാടി ബിംസിലും കഴിയുന്നത്ര എത്തിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാ അംഗങ്ങളും ഏകദേശം 40-45 മുതൽ 60 പ്രാവശ്യം വരെ കൊടുത്ത അംഗങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ രക്തദാനത്തിന് മുന്നിൽ. മാനന്തവാടി പഴശ്ശി സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബീർബഹൂട്ടി CD പ്രകാശനം ചെയ്തു. അമൃത വിദ്യാലയം ഹിന്ദി അധ്യാപകൻ സുഭാഷ് ബാബുവും ക്യാമറാമാൻ അനിൽകുമാറും ചേർന്നാണ് ബീർബഹൂട്ടി നിർമ്മിച്ചത്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുമ്പോൾ നഷ്ടമാകുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് 10ാം തരം ഹിന്ദി പാഠഭാഗമായ ബീർബഹൂട്ടി. നഗരസഭാധ്യക്ഷൻ VR പ്രവേജ് CD പ്രകാശനം ചെയ്തു. പ്രതിഭാ ശശി അധ്യക്ഷയായിരുന്നു. കൌൺസിലർ ശോഭാരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേമദാസൻ, പ്രതീഷ് KR, അനന്തു, ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ഹിന്ദി എങ്ങനെ ലളിതമായി കുട്ടികളുടെ മനസ്സിലെത്തിക്കാം എന്നുള്ള ചിന്തയാണ് ബീർബഹൂട്ടി എന്ന ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ലളിതമായ രീതിയിൽ ഒരു സിനിമയിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ കഥ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിജയമാണ് ഈ CD-യുടെ പ്രദർശനം. ഇത് കാണുന്നതോടുകൂടി അധ്യാപകർക്കുള്ള ജോലി പകുതിയോളം കുറഞ്ഞു കിട്ടുകയും കുട്ടികൾ ഈ പാഠം കണ്ട് ആസ്വദിച്ച് പഠിക്കാനുള്ള ഒരു വേദി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ബത്തേരി മാനിക്കുനിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹെൽത്ത്, സുന്ദരം ഫൈനാൻസ് എന്നിവിടങ്ങളിൽ മോഷണം. സ്റ്റാർ ഹെൽത്തിൽ നിന്നും 17,206 രൂപ മോഷണം പോയതായി പോലീസ് പറഞ്ഞു. സുന്ദരം ഫൈനാൻസിൽ നിന്നും പണമായിട്ടൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഫയലുകൾ സംബന്ധിച്ച് പരിശോധിക്കണമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ഇരു സ്ഥാപനങ്ങളുടെയും ഷട്ടർ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകടന്നത്. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ജില്ലാ കളക്ടറുടേതടക്കം സുപ്രധാന പദവികളിൽ ഇൻചാർജ് ഭരണം. കോടികളുടെ പദ്ധതികൾ പാഴാകുന്നതായി റിപ്പോർട്ട്. മീനങ്ങാടി ആവയിൽ പീഡനം, പ്രതി പുൽപ്പള്ളിയിൽ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഇരയായ യുവതിയുടെ അയൽവാസി. മാനന്തവാടി നഗരപരിധിയിൽ വീണ്ടും ഡിഫ്തീരിയ. രോഗം സ്ഥിരീകരിച്ചത് 9 വയസ്സുകാരിക്ക്. നമ്പ്യാർകുന്നിൽ അംഗൻവാടിക്ക് മുകളിലേക്ക് വാൻ മറിഞ്ഞു. ഉറങ്ങിക്കിടന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. മാവോയിസ്റ്റ് അനുകൂല മനുഷ്യാവകാശ പ്രവർത്തകർ കോയമ്പത്തൂരിൽ അറസ്റ്റിൽ. അറസ്റ്റിലായത് പോരാട്ടം നേതാവ് CP റഷീദും മനുഷ്യാവകാശ പ്രവർത്തകൻ ഹരിഹര ശർമ്മയും. പിടിയിലായത് ജയിലിലെ മാവോയിസ്റ്റുകൾക്ക് പെൻഡ്രൈവ് കൈമാറാൻ ശ്രമിച്ചതിന്. CPI ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം. മാനന്തവാടിയിലെ CPI നേതാവിനും വിമർശനം. കൃഷിമന്ത്രി കൈവിട്ട് കളിക്കുന്നതായി പരാതി. പുൽപ്പള്ളി ജലനിധിക്ക് തടസ്സം. പഞ്ചായത്ത് ഭരണസമിതിയിലെ ചേരിപ്പോര്. കുടിവെള്ളം മുട്ടിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉപവസിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.